ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഒരു ദിവസത്തെ ഇടവേള നൽകി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്യജീവി സംഘർഷത്തെ തുടർന്ന് വയനാട്ടിൽ വലിയ പ്രതിഷേധമാണ്, പ്രക്ഷോഭമാണ് അരങ്ങേറുന്നത്. മന്ത്രിമാരാരും വയനാട്ടിലേക്ക് എത്തുകയോ ഈ പ്രശ്നങ്ങൾ ഇടപെടുകയോ ചെയ്തിട്ടില്ലെന്ന പരാതിയും വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. രാവിലെ 7:30 അദ്ദേഹം വയനാട്ടിലെത്തി. ആദ്യം അദ്ദേഹം പോയത് കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലേക്കാണ്. പിന്നീട് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിലും അതിനുശേഷം അദ്ദേഹം പ്രജീഷിന്റെ വീട്ടിലും സന്ദർശനം നടത്തി. അവരുടെ കുടുംബാംഗങ്ങളെ കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് പറയാനുള്ള അദ്ദേഹം കേൾക്കുകയും അവരോടൊപ്പമുണ്ട് എന്ന ഉറപ്പ് നൽകുകയും ചെയ്തു. ഒപ്പം ഈ വയനാട്ടുകാർക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി കേൾക്കുകയും ചെയ്തു. So it's a disturbed elephant. ഞങ്ങൾ സങ്കടത്തോട് ചേർന്നു. പിന്നെ ഞങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണം ചെയ്യാമെന്ന് പറഞ്ഞു. हम सरकार को चिट्ठी लिखेंगे, कार्रवाई करवाएंगे, उन पर प्रेशर डालेंगे। आपको अब लास्ट में सर एक बात और कानून, आपको पता है कि आप पार्लियामेंट के मेंबर हैं, आपको कानून बदलने का आप प्रोविजन दे सकते हैं, आप बता सकते हैं कि लोगों की हालत है ये, वहाँ के लिए कम से कम എന്റെ പഠനത്തിന്റെ കാര്യം നടപ്പാക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വീടിന്റെ കാര്യം, വീട് റിപ്പയർ ചെയ്യുന്നതും അങ്ങനെ എല്ലാം ആവശ്യങ്ങൾ ചോദിച്ചതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വയനാട് മെഡിക്കൽ കോളേജിന്റെ ഫെസിലിറ്റീസ്, ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആശ്വാസം നൽകി. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. सारे हम लोग जो रहने के लिए बहुत मुश्किल है। हाँ जी, कोई प्रॉब्लम करना पड़ा, रोड का बड़ा प्रॉब्लम है, अभी बताया उन्होंने हमें, बहुत मुश्किल है हम लोग रोड का देख रहे हैं। അതിനുശേഷം അദ്ദേഹം വയനാട്ടിലെ കൽപ്പറ്റ റെസ്റ്റ് ഹൌസിലെത്തി അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിന് ശേഷം നിശ്ചിതമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അദ്ദേഹം സർക്കാരിന്റെ ഇടപെടൽ അപര്യാപ്തമാണെന്ന് തുറന്നടിച്ചു. ആളുകൾക്ക് ഇരകളാവുന്നവർക്ക് നഷ്ടപരിഹാരം നൽകണം, ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണം, അതുപോലെ വയനാട് മെഡിക്കൽ കോളേജിന് അടിയന്തരമായിട്ട് സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. കാലങ്ങളായിട്ട് മുഖ്യമന്ത്രിയോട് താൻ ആവശ്യപ്പെടുന്നതാണ്. മുഖ്യമന്ത്രിക്ക് പലവട്ടം കത്തയച്ചു, പക്ഷെ അതിനൊന്നും വേണ്ട രീതിയിൽ പ്രതികരണം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി ഇടപെടൽ, അതായത് തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും ഇടപെടൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണുള്ളത്. റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ പല കാര്യങ്ങളിൽ അദ്ദേഹം എണ്ണമിട്ട് പറയുകയും സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു. We also suggested to look into setting up and testing an early warning system. The medical college, which is a critical issue, and I mentioned to the administration today that I don't understand why it is taking so long to develop and build a medical college here. I think it's important that the government should bear the cost of treatment of the people who have been injured. It is clear that there is a problem here that needs to be looked into. I tried to call the Chief Minister this morning. He is not available, so I'm looking forward to calling him and having this conversation with him, because I would also like to apprise him directly of what the people of Wayanad are going through. രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനത്തിന് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കാരണം അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്നും വയനാട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ഒരു ദിവസത്തിനെങ്കിലും അദ്ദേഹം എത്തി എന്നുള്ളത് വലിയ ഒരു രാഷ്ട്രീയ കാര്യമായിട്ട് തന്നെയാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കുക. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തുള്ള മന്ത്രിമാർക്ക്, കോഴിക്കോടുള്ള മന്ത്രിമാർക്ക് പോലും വയനാടേക്ക് എത്താൻ സമയം കിട്ടിയിട്ടില്ല എന്ന വിമർശനം ഉയരുന്ന സമയത്താണ് രാഹുൽ ഗാന്ധി വീണ്ടും ഒരു ദിവസ സന്ദർശനത്തിന് വയനാട്ടിലെത്തുകയും വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിൽ പരിഹാരമുണ്ടാക്കാനുള്ള ഉറപ്പുകൾ കൊടുത്ത് അദ്ദേഹം മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. എന്നാണെങ്കിലും ഇത് വലിയ ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് തന്നെ വേണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള ഈ ഒരു നടപടിയെ കാണുവാൻ. ഇത് സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾക്ക്, കോൺഗ്രസ് നടത്തുന്ന വിമർശനങ്ങൾക്ക് ഊർജ്ജം നൽകാൻ ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് ഉറപ്പാണ്. എന്നാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഒരു മികച്ച രാഷ്ട്രീയ നീക്കമായിട്ട് കൂടി വേണം ഈ വയനാട് സന്ദർശനത്തെ കാണാൻ. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.